ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പാനിപൂരിയാണ്. സാധാരണ നമ്മൾ പാനിപൂരി റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് കഴിക്കാറ്. എന്നാൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാനിപൂരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്, അതായത് സെമോളിന. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. ആദ്യം റവയും മൈദ അല്ലെങ്കിൽ ഗോതമ്പ് ഏതാണോ നിങ്ങൾ എടുക്കുന്നത് അത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. അതിന് ശേഷം വേണം വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാൻ. നല്ല ചൂടുവെള്ളത്തിലാണ് ഞാനിത് കുഴയ്ക്കുന്നത്. ഞാനിതിലേക്ക് ഉപ്പ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിത് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കണം, സോഫ്റ്റ് ആവുന്നത് വരെ. ഇപ്പോൾ മാവ് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതേപോലെ ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത ശേഷം നന്നായി അടച്ചു വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഗ്രീൻ പാനി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിതിലേക്ക് 1 കപ്പ് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്, 1/2 കപ്പ് പുതിനയില, 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഗ്രീൻ മസാല നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം, കാരണം നമ്മൾ പാനിപൂരിയിലേക്കുള്ള പാനിയാണ് തയ്യാറാക്കുന്നത്. ഇത് ഒഴിച്ചിട്ട് വേണം നമുക്ക് പൂരി കഴിക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1 ലെമണിൻ്റെ പകുതി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇവയെല്ലാം ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എരിവ് കുറവായതുകൊണ്ട് 1/4 ടീസ്പൂണും കൂടെ പെപ്പർ പൗഡറും കൂടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഗ്രീൻ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി പാനിപൂരിയിലേക്കുള്ള റെഡ് കളർ പാനി തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 ഗ്ലാസ് പുളിയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പുളി വേണം, പുളി അധികം കൂടാൻ പാടില്ല. അതിനുശേഷം അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് കൂടെ ചേർത്ത ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഗ്രീൻ ചട്നി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റെഡ് കളർ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മാവ് നോക്കാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. മാവ് വീണ്ടും നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്ത ശേഷം നന്നായി കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ വീണ്ടും മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നന്നായി സോഫ്റ്റ് ആവണം. അതിനുശേഷം നമുക്കിത് 2 പോർഷനാക്കി മാറ്റാം. ഒരു പോർഷൻ എടുക്കാം, മറ്റേത് നമ്മൾ പാത്രത്തിൽ തന്നെ വെച്ചതിന് ശേഷം അടച്ച് വെക്കണം, അല്ലെങ്കിൽ അത് വീണ്ടും ഡ്രൈ ആവും.
നമുക്കിത് നന്നായി ഉരുട്ടിയെടുക്കാം. അതിനുശേഷം വളരെ കുറച്ച് മാവിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല തിൻ ഷീറ്റായി പരത്തിയെടുക്കണം. ഷീറ്റിന് തീരെ കട്ടി ഉണ്ടാകാൻ പാടില്ല. കട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂരി പൊങ്ങി വരില്ല. അതുകൊണ്ട് നല്ല തിൻ ഷീറ്റായിട്ട് പരത്തിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിലുള്ള കട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ച് പൂരി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ പൂരി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എക്സസ് ആയിട്ടുള്ള മാവ് ഇതേപോലെ എടുത്തു മാറ്റാം. അതിനുശേഷം പൂരി നിങ്ങൾക്ക് കട്ടി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പലകയിൽ വെച്ച് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ നേർമയായിരിക്കണം പൂരി, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് അത് പൊങ്ങി വരുള്ളൂ. ഇപ്പോൾ പൂരി നല്ല തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് പൂരിയെല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ പൂരിയെല്ലാം ഞാൻ നന്നായി പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 17 പൂരിയാണ് നമുക്ക് പകുതി പോർഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ഓയിൽ നന്നായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൂരി ഓരോന്നായി ഇട്ട് കൊടുക്കാം. പൂരി ഇട്ട ഉടനെ തന്നെ അത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അത് നന്നായി പൊങ്ങി വരൂ. പിന്നീട് അത് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് 1, 2, 3 പൂരി ഒരുമിച്ചിട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ അത് പ്രസ് ചെയ്യണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ പൂരി നന്നായിട്ട് പൊങ്ങി വരൂ. 2 സൈഡും ഇതേപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡ് നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. എല്ലാ പൂരിയും ഒരേപോലെ ക്രിസ്പിനെസ് ഉണ്ടാവണമെന്നില്ല. 2, 3 പൂരിയൊക്കെ ചിലപ്പോൾ ക്രിസ്പിനെസ് ഇല്ലാത്തതും ഉണ്ടാവാം. ഇപ്പോൾ ഞാൻ മുഴുവൻ പൂരിയും ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിപൂരിയിലേക്കുള്ള പൊട്ടറ്റോ ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണിത്. ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ പൊട്ടറ്റോ വേവിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് ചിക്ക് പീസ് ഇട്ട് കൊടുക്കാം. അതായത് കറുത്ത കടല വേവിച്ചത്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുക്കാം. എരിവ് എപ്പോഴും നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പാനിപൂരിയിലേക്കുള്ള പൊട്ടറ്റോ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പൊട്ടറ്റോ കൈവച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കടല കൂടെ നന്നായി ഉടച്ചെടുക്കാൻ പറ്റും. ഇനി പാനിപൂരി എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. പൂരി ഇതേപോലെ കയ്യിലെടുത്ത ശേഷം മിഡിലായി ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം കൈവിരൽ വെച്ച്. അതിനുശേഷം അതിലേക്ക് 2 ടീസ്പൂൺ പൊട്ടറ്റോ ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാള കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ പൊട്ടറ്റോൻ്റെ കൂടെ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ സെപ്പറേറ്റായി വെച്ചെന്നേ ഉള്ളൂ. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ റെഡ് കളർ പാനി ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2-3 ടീസ്പൂൺ ഗ്രീൻ കളർ പാനി ഒഴിച്ചു കൊടുക്കാം. ഈ പൂരിയിൽ പാനി ഫില്ലായി നിൽക്കണം. അതാണ് പാനിപൂരി. ഈ ഒരു രീതിയിലാണ് പാനിപൂരി കഴിക്കേണ്ടത്.
അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.